കെ.വി. തോമസ് ഡൽഹിയിലെ തമിഴ്നാടിന്റെ പ്രത്യേക പ്രതിനിധിയായേക്കും. മുഖ്യമന്ത്രി വിജയുമായി അടുത്ത ബന്ധമുള്ള ഉന്നത വ്യക്തി സമീപിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. വിജയുടെ പിതാവായിട്ട് താങ്കൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. കാരണം സഭാ അടിസ്ഥാനത്തിലും താങ്കൾക്ക് വിജയുമായി സഭാ ബിഷപ്പുമാരും താങ്കളുടെ പേര് നിർദ്ദേശിച്ചായിരുന്നു. സ്വാഭാവികമായിട്ട് ഇത്തരം നിർദ്ദേശം വന്നാൽ അത് താങ്കൾ സ്വീകരിക്കുമോ? ഇപ്പം പറയാൻ പറ്റില്ല. എന്താണെന്ന് നിർദ്ദേശിച്ച് അറിയട്ടെ. പരിശോധിച്ചതിന് ശേഷം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചതിന് ശേഷം തീരുമാനമെടുക്കും. ശരത്ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത്ലാൽ, നേരത്തെ ഈ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലുണ്ടായിരുന്നപ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് ഡൽഹിയിൽ പ്രവർത്തിച്ചത് കെ.വി. തോമസ്. ഇപ്പോൾ വീണ്ടും കളം മാറ്റി തമിഴ്നാട്ടിലേക്ക് കളം മാറ്റുകയാണോ കെ.വി. തോമസ്? എന്താണ് പറയുന്നത്? കെ.വി. തോമസിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തുമായിട്ട് ടി.വി.കെ പാർട്ടിയിലെ വിജയുടെ അടുത്ത ഉന്നതരും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ബിഷപ്പുമാരും ആവശ്യപ്പെട്ടിരുന്നു ഡൽഹിയിൽ തമിഴ്നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു അതിന് മറുപടി അത് എം.എ. ബേബിയും അതേപോലെ പിണറായി വിജയനും കൂടി എനിക്ക് അനുവാദം ചോദിക്കണം. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ടി.വി.കെക്ക് CPIM CPI അടക്കമുള്ള ഇടതു പാർട്ടികൾ പുറമെ നിന്ന് പിന്തുണ കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഡൽഹി തന്റെ പ്രവർത്തന കേന്ദ്രം ഡൽഹിയിലായിരിക്കും എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട് അദ്ദേഹം. ഏതായാലും കേരളത്തിന്റെ പ്രത്യേക പ്രതി തമിഴ്നാടിന്റെ പ്രത്യേക പ്രതി ആകുമോ എന്നാണ് നമുക്കറിയേണ്ടത്. അതേസമയം വിജയ് തന്നെ നേരിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടില്ല എന്നും കെ.വി. തോമസ് വ്യക്തമാക്കുന്നുണ്ട്. സ്വാതി.